ഞാൻ വിദ്യാർത്ഥിനിയിലേക്കൊന്ന് പോകാം. റയ സമീറിനെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഈ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ വിദ്യാർത്ഥിനിയാണ് റയ സമീർ. എന്തായി? മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ട് തീരുമാനമായോ? സീറ്റ് കിട്ടിയോ? എന്താണ് അവസ്ഥ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നേരിട്ടുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഇപ്പം 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. എത്ര A+ ഉണ്ടായിരുന്നു റയയ്ക്ക്? ഫുൾ A+ തന്നെയാണ്. എന്നിട്ടും എത്ര സ്കൂളുകൾ അപ്ലൈ ചെയ്തത്? ഞാൻ മറ്റൊരു നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വായിക്കാനിടയായി. റയ അടക്കമുള്ള വിദ്യാർത്ഥിനികൾ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ ഓപ്ഷൻ വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത് സംഭവിക്കുക. നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, അതേ പഞ്ചായത്തിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു നേതാവ് ഇന്നലെ റയ അടക്കം കത്തെഴുതിയതിനെ വിമർശിച്ചു കണ്ടു. സത്യം പറഞ്ഞാൽ ആ നേതാവിന് സത്യം അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് എൻ്റെ പഞ്ചായത്ത് തന്നെയാണ്, സെക്കൻഡ് ഓപ്ഷൻ പുത്തൂർ സ്കൂളിലാണ്, തേർഡ് ഞാൻ പഠിച്ച സ്കൂളിലും. ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത സ്കൂളുകളുടെ എണ്ണം 13. ഓ, അത് ശരി. 13 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തിട്ടും സ്വന്തം പഞ്ചായത്തിലടക്കം അപ്ലൈ ചെയ്തിട്ടും റേക്ക് ഇതുവരെയും സീറ്റ് കിട്ടിയിട്ടില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. റയെ പോലെ മറ്റു കുട്ടികളും ഉണ്ടോ ഇതേപോലെ ഫുൾ A+ കിട്ടിയിട്ടും 3ാം ഘട്ട അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഇതേപോലെ 10ഓളം സ്കൂളുകളിൽ അപേക്ഷിച്ചിട്ടും കിട്ടാത്തവർ? എൻ്റെ അറിവിലില്ല, പക്ഷേ അറിയാം. ഈ റേയുടെ കാര്യത്തിൽ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഫുൾ A+ കിട്ടി, മിടുക്കിയായിട്ട് പഠിച്ചു, പഞ്ചായത്തിൽ കിട്ടി, അപ്പോൾ അതിൻ്റെ പ്രിഫറൻസ് ഉണ്ട്. പേര് R എന്നായത് പ്രശ്നമാണോ? R വന്നതുകൊണ്ട് കുറച്ച് മാർക്ക് ഈ പരിഗണിക്കുന്ന സമയത്ത് കുറയും, അങ്ങനെയുണ്ടോ? അറിയില്ല, എനിക്ക് തോന്നുന്നു ഏകജാല സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ്. ഓക്കെ, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടില്ല ഈ വിഷയത്തിൽ. നമുക്ക് നേരിട്ട് തന്നെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ വിഷയം അവതരിപ്പിക്കാവുന്നതാണ്. സമീറും ഉണ്ട്, രക്ഷിതാവ്. സാർ, ഈ മകൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, വളരെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ കിട്ടാതെ പോയതെന്നാണ് കരുതുന്നത്? കാര്യം കൂടെയുള്ള കുട്ടികളിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. റയയ്ക്ക് അഡ്മിഷൻ കിട്ടാതെ പോയി. 13 സ്കൂളുകളിൽ അപ്ലൈ ചെയ്തു. ആ നേതാവ് പറഞ്ഞത് അങ്ങനെയല്ല, റയ 3 സ്കൂളുകളിൽ കണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. തൊട്ടടുത്തുള്ള പഞ്ചായത്തിലാകുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തിൻ്റെ പ്രിഫറൻസ് നഷ്ടപ്പെടും എന്നതാണ്. സമീർ, ആദ്യമായി ഞാൻ ഈ അവസരത്തെ റിപ്പോർട്ടർ TV-യുടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ശക്തമായ ഇടപെടലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അരുൺകുമാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡ്സിൽ ഒരു വേർഡ്സ് പറഞ്ഞു കണ്ടു. അതായത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അഡ്മിഷൻ കിട്ടുന്നത് വരെ റിപ്പോർട്ടർ TV കൂടെ ഉണ്ടാവുന്നു. അപ്പോൾ അതിന് രക്ഷിതാവെന്ന നിലയിൽ ഒരുപാട് രക്ഷിതാക്കൾക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ അഡ്മിഷൻ സംവിധാനം, ഈ ഏകജാലക അഡ്മിഷൻ സംവിധാനത്തിൽ പാകപ്പിഴവ് ഞാൻ ഒന്നാമത്തെ ചർച്ച മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അരുൺകുമാറിൻ്റെ ചോദ്യം എന്തുകൊണ്ട് മോൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന പഞ്ചായത്ത് തിരുവള്ളൂർ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഒരൊറ്റ സ്കൂളേ ഉള്ളൂ. അതേ സ്ഥാനത്ത് മോള് പഠിച്ച സ്കൂള് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരമുള്ള സ്കൂളാണ്. ആ സ്കൂള് വില്യാപ്പള്ളി പഞ്ചായത്തിലാണ്. വില്യാപ്പള്ളി പഞ്ചായത്തിൽ 2 സ്കൂളുണ്ട്. അപ്പോൾ വില്യാപ്പള്ളി പഞ്ചായത്തുമായിട്ട് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാർക്കും 120 സീറ്റിൻ്റെ പ്രിഫറൻസ് കിട്ടും. അതേ സ്ഥാനത്ത് റേമോൾക്ക് 60 സീറ്റിൻ്റെ കോമ്പറ്റീഷനിലേക്ക് വരേണ്ടി വരുന്നു. അപ്പോൾ ഈ ഗ്രേഡിംഗ് സംവിധാനം ഒരു ഭാഗത്തൊരു പ്രശ്നം. ഫുൾ A+ 90 മാർക്കുള്ള കുട്ടീനെയും 100 മാർക്കുള്ള കുട്ടീനെയും 99 മാർക്കുള്ള കുട്ടീനെയും ഒരേ പരിഗണനയിൽ എടുക്കുന്ന ഒരു പ്രശ്നം ഗ്രേഡ് മാർക്കിലൂടെയാണ് അഡ്മിഷൻ കിട്ടാതെ വരുന്നത് നമുക്ക്. രണ്ടാമത്തെ പ്രശ്നം, ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവർക്കെല്ലാം ഒരേ കാറ്റഗറൈസേഷൻ കൊടുക്കുകയാണ്. അതായത് ഇത് നീതീകരിക്കാനാവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പഞ്ചായത്തിലും ഒരേ നമ്പർ ഓഫ് +2 സ്കൂൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഈ നീതീകരിക്കാൻ പറ്റും. കിട്ടാതാവുന്നതിൻ്റെ കാരണം, ഇവരെക്കാളും 9A+ ഉള്ള കുട്ടിക്ക് വടകര മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുൾ A+ ഉള്ള കുട്ടിക്ക് സീറ്റില്ലാതെ തിരുവള്ളൂർ പഞ്ചായത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിത് നേരത്തെ ഉള്ള ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ ഏകജാലക സംവിധാനത്തിൻ്റെ ആൽഗോരിതം അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്.
ആ മിസ്റ്റേക്ക് കാരണമാണ് നമ്മളെ കുട്ടികൾ ഇന്ന് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് ഈ ചുരുങ്ങിയ പക്ഷം പഞ്ചായത്ത് എന്നുള്ളത് താലൂക്കായിട്ടോ അതല്ലെങ്കിൽ റവന്യൂ ജില്ലയിലേക്കോ മാറിയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഇത്രയും ഉണ്ടാകുമായിരുന്നില്ല അല്ലേ? ഉണ്ടായില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അടിസ്ഥാനമായി ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള പിഴവ് പോലും വിദ്യാർത്ഥിയുടെ കണ്ണീരിലേക്ക് കലാശിക്കുന്നു എന്നുള്ളതാണ് സമീർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമീർ.